ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് 2 പഴം ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഴം ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഇതുപോലെ പഴം നിരത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം സിന്നമൺ പൗഡറും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി പഴം ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഒരുപോലെ വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തിട്ടുള്ള പഴം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ സ്വീറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പഴം വാട്ടി അതേ പാനിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ചെരുവിയ തേങ്ങയും 2 ടേബിൾ സ്പൂൺ നട്ട്സ് കട്ട് ചെയ്തതും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് കൂട്ടിയിട്ട് പഴം വാട്ടിയത് കഴിക്കാൻ അടിപൊളിയാണ്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.